തുടക്കക്കാർക്കുള്ള വീഡിയോ ആണ്. ഇതൊരു കോൺട്രാക്ടറാണ്. അതായത് നമ്മൾ ചെറിയ സ്വിച്ച് വഴി ഹെവി ലോഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. ഇത് പല ഷേപ്പിലുണ്ടാവും. ഇപ്പോൾ യൂറോ കമ്പനിയുടെ ഇതിൽ സ്വിച്ച് ഇതിൻ്റെ കണക്ഷൻ കൊടുക്കാനൊക്കെ ഈസിയാണ്. മുകളിൽ ടെർമിനൽ A1 എഴുതിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1ഉം 3 ഉണ്ടാവും. താഴത്ത് A2 2ഉം 4 എഴുതിയിട്ടുണ്ടാവും. അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും A1ഉം A2ഉം അതിൻ്റെ ഉള്ളിലൊരു കോയിലുണ്ട്, അതിലേക്കുള്ള കണക്ഷനാണ്. 1ഉം 3ഉം ന്യൂട്രും ഫേസും ന്യൂട്രും ആക്കാം ഇന്ന്. അതേപോലെ 2ഉം 4ഉം അതേപോലെ മുകളിൽ നിന്ന് എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ ഔട്ട് വരും. അപ്പോൾ അത് സ്വിച്ച് ഓൺ ആക്കാൻ വേണ്ടിയിട്ട് A1ലോ ഇല്ലെങ്കിൽ A2ലോ എങ്ങനെ വേണമെങ്കിൽ ന്യൂട്രും ഫേസും കൊടുക്കാം. അപ്പോൾ ഡയറക്റ്റ് A1ൽ ന്യൂട്രും A2ൽ ഫേസ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ കോൺട്രാക്ട് വർക്ക് ചെയ്യും. മുകളിലുള്ള കണക്ഷൻ വന്ന് അതേപോലെ താഴത്തേക്ക് വരും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കൊടുക്കണതിൻ്റെ ഇടയിൽ ഫേസ് ഏതെല്ലാം കൊടുക്കണമെന്ന് വെച്ചാൽ അതിൽ ഒരു സ്വിച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ചെറിയ സ്വിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഹെവി ലോഡ് വർക്ക് ചെയ്യും. അപ്പോൾ അത് ഏകദേശം വരച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്. മുകളിൽ A1 1 3 A2 2 4 ഇത് രണ്ടും ഹെവി ഇതിൻ്റെ ഔട്ട്പുട്ടാണ്, ഇത് ഇൻപുട്ടാണ്. അപ്പോൾ ഇതിലേക്ക് കോയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് ഇത് കണക്ഷൻ ആവുള്ളൂ. അപ്പോൾ കോയിലാക്കാൻ A1ലേക്ക് ഇപ്പോൾ ഫേസാണ് കൊടുക്കുന്നത്. ഫേസ് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കൊടുക്കാം. ഡയറക്റ്റ് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു 1 വേ സ്വിച്ച് ഉണ്ടല്ലോ, അതുവഴി ചെറിയൊരു ഇത് കിട്ടിയാൽ മതി. അത്രേ കോയിലിന് ആവശ്യമുള്ളൂ. ഏത് ചെറിയ സ്വിച്ചും അതിൽ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ഈ പോണ ലൈനിൽ കട്ട് ചെയ്തിട്ട് ഇത് കൊടുത്താൽ മതി. ഈ വയർ വഴി ഒരു വയർ പുറത്തും കൊടുത്തു കഴിഞ്ഞാൽ സ്വിച്ച് വഴി ഇതിലേക്ക് ഉള്ള കോയിൽ കറക്റ്റാവും. അപ്പോൾ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാലും കോയിൽ വർക്ക് ചെയ്യും. ഈ ഇതിലേതാണോ ഹെവി ലോഡ് കൊടുത്തിട്ടുള്ളത് അത് വർക്ക് ചെയ്യും. അപ്പോൾ അതിൻ്റെ ന്യൂട്രൽ A2ലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി വേറൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബെൽ പുഷ് വെച്ചിട്ടും നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ലൈന് ഡയറക്റ്റ് കൊടുക്കുക. ഇപ്പോൾ ഫേസ് ലൈൻ ആണെങ്കിൽ ഫേസ് ലൈന് ഡയറക്റ്റ് കൊടുക്കുക. എന്നിട്ട് ന്യൂട്രൽ ലൈൻ ഉണ്ടല്ലോ, ന്യൂട്രൽ ലൈനിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് നേരെ ഇതിലേക്ക് കൊടുത്താൽ മതി. അപ്പോൾ ജസ്റ്റ് ഒരു പൾസ് നമുക്കൊരു ഇത് കിട്ടണമെന്ന് മാത്രം. അപ്പോൾ ഫസ്റ്റ് ഇത് നമ്മൾ ന്യൂട്രൽ ഇതിന്നാണ് കൊടുക്കുന്നത് പറഞ്ഞു. ഔട്ട്പുട്ടിൽ നിന്നാണ് നമ്മൾ ന്യൂട്രൽ കൊടുക്കുന്നത്. ഇതിന്ന് ഇതിൻ്റെ ഇടയിലേക്ക് നമ്മളൊരു ജസ്റ്റ് ഒരു പൾസ് കൊടുക്കും. നമ്മളിതിലേക്ക് ഇത് ഫേസ് ലൈൻ ഇത് ഡയറക്റ്റ് കൊടുക്കാന്നുണ്ടെങ്കിൽ ഈ ന്യൂട്രൽ ടു A2ലേക്ക് ഒരു ന്യൂട്രലിൻ്റെ ഒരു പൾസ് ജസ്റ്റ് ഒരു ഇത് കിട്ടിയാൽ മതി. ഒരു ജസ്റ്റ് ഒരു പ്രസ്സിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബെൽ പുഷ് വെച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ ഇത് പെർമനൻ്റ് ആയിട്ട് പിടിപ്പിച്ചിരിക്കണം. അതായത് വർക്ക് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് നമ്മളിത് പ്രസ് ചെയ്യണ സമയത്ത് ഓൾറെഡി ഇതിൽ ഫേസ് വന്നു, മാറ്റി കൊടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പം ഞാനിപ്പോൾ കാണിച്ചു തരാനുള്ളത് ഫേസ് ലൈനിലാണ്. ഇതിങ്ങനെ ഫേസ് ഡയറക്റ്റ് കൊടുത്തു എന്നുള്ള ലെവലിലാണ്. ഫേസ് ഡയറക്റ്റ് കൊടുത്തു. ഇതിലേക്ക് ന്യൂട്രൽ ഇൻകമിങ് വരുന്നത്, ഇൻപുട്ട് വരുന്നത് നേരിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ബെൽ പുഷ് വെച്ചിട്ട് ജസ്റ്റ് ഒരു പ്രസ്സിങ്. അപ്പോൾ പ്രസ് ചെയ്ത ഉടനെ തന്നെ ഈ കോയിൽ ആക്ടിവേറ്റ് ആവും. ഇതിന്ന് ഫ്ലോ നേരിട്ട് ഇതിലേക്ക് വരും. അപ്പോൾ ഇതിന്ന് നേരിട്ട് ഇതിൽ വർക്ക് ചെയ്യും. അപ്പോൾ പിന്നീട് ഇത് റിലീസ് ചെയ്ത് കഴിഞ്ഞാലും ഇത് ഓണിലിരിക്കും. അപ്പോൾ പിന്നെ ഏതെങ്കിലും നമ്മൾ പുറത്തൊരു സ്വിച്ച് ഉണ്ടാവുമല്ലോ, അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫുൾ സിസ്റ്റം ഓഫ് ആവും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കറണ്ട് ഉള്ള സമയത്ത് വർക്ക് ചെയ്യും. കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സിസ്റ്റം ഒന്നും കൂടി ഓൺ ആക്കി കൊടുക്കേണ്ടി വരും. ഇതാണ് നമ്മൾ ബോർവെല്ലിൻ്റെ ഒക്കെ മോട്ടറിൽ ഈ സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നത്.